നമ്മുടെ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ജെ.പി. നഡ്ഡയെ ഞാൻ കണ്ടു. ഞാൻ കുറച്ച് പുറകിലാണ് വന്നത്. ഇവർ നേരത്തെ വന്നു. ഇപ്പം അദ്ദേഹം പാർലമെന്റ് ഹൌസിൽ നിന്ന് ഇറങ്ങി, രാജ്യസഭയിൽ നിന്ന് ഇറങ്ങി മഗർ ദ്വാർ ഗേറ്റിൽ വന്നപ്പോൾ ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായും ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം ഗവൺമെന്റ് പരിഗണിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ജെ.പി. നഡ്ഡ ഞങ്ങൾ ഈ പത്രക്കാരെ കാണാൻ വരുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ഉറപ്പ് നൽകിയത്. ഇവിടെ പ്രേമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 10-30 ദിവസമായി ആശാവർക്കർമാർ നടത്തുന്ന സമരം, ആ സമരം എത്രയും പെട്ടെന്ന് ഒത്തീർപ്പാക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിനെയും ഇതിൽ ഉൾപ്പെടുത്തി ഈ രണ്ട് ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഈ രണ്ട് ഗവൺമെന്റുകളുടെയും മുൻകൈ എടുത്ത് ഈ സമരം എത്രയും വേഗം ഒത്തീർപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ധനകാര്യമന്ത്രിയെ കണ്ടത്. ആരോഗ്യവകുപ്പ് മന്ത്രി നേരത്തെ കാണാൻ ശ്രമിച്ചെന്ന് പക്ഷേ നടന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ആരോഗ്യമന്ത്രിയും കണ്ട് ഞങ്ങളുടെ ഇന്ന് ധനകാര്യമന്ത്രിയെ കണ്ട കാര്യവും നിവേദനം നൽകിയ കാര്യവും ആരോഗ്യവകുപ്പ് മന്ത്രി ജെ.പി. നഡ്ഡയെ ധരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം നേരത്തെ നൽകിയ സഭയിൽ നൽകിയ രാജ്യസഭയിൽ നൽകിയ ഉറപ്പ് ആവർത്തിച്ച് പറയുകയാണ് ഉണ്ടായത്. എന്തായാലും UDF എംപിമാര് ഈ കാര്യത്തിൽ കേരളത്തിൽ സമരത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. പാർലമെന്റ് തുടങ്ങിയ ദിവസത്തിന് ഏതാണ്ട് 8ഓളം UDFന്റെ എംപിമാരാണ് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശ്രീ കെ.സി. വേണുഗോപാലും ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് ഈ വിഷയം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങൾ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ട് പ്രേമേന്ദ്രൻ പറഞ്ഞ പോലെ 45 മിനിറ്റിലധികം തന്നെ ഈ വിഷയം സംസാരിച്ചു. അവർ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു. ഒരുപക്ഷെ ധനകാര്യമന്ത്രി 45 മിനിറ്റ് സമയം ഒരു ഡെലിഗേഷന് അവസരം തരിക, കേൾക്കാൻ തയ്യാറാകുക എന്ന് പറഞ്ഞാൽ തന്നെ അവരും അതീവ താൽപര്യത്തോടുകൂടി തന്നെയാണ് ആശാവർക്കർമാരുടെ പ്രശ്നം കേട്ടത്. എന്തായാലും കേന്ദ്ര ഗവൺമെന്റിനെ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരെ ഈ വിഷയം ഗൌരവം അറിയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ പിടിവാശി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ദുർവാശി ഉപേക്ഷിച്ച് ഈ സമരത്തെ പരിഹസിക്കാതെ ആശാവർക്കർമാരുടെ സമരത്തെ പലതരത്തിലുള്ള പരിഹാസം കൊണ്ട് അല്ലെങ്കിൽ നേതാക്കന്മാർ CPMന്റെ നേതാക്കന്മാർ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആശാവർക്കർമാർ ഉന്നയിച്ചിരിക്കുന്ന ന്യായമായ ആവശ്യത്തെക്കുറിച്ച് അത് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നവരും അവരെ അപഹസിക്കാനും ആക്ഷേപിക്കാനും ശ്രമിക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ആശാവർക്കർമാരും അവരുടെ കുടുംബവും തീർച്ചയായും അവര് പട്ടിണിയിലാണ്, വലിയ കഷ്ടപ്പാടിലാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കാതെ ഈ 30 ദിവസമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെയിലും മഴയും കൊണ്ട് സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരം അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം, അത് എത്രയും പെട്ടെന്ന് ഒത്തീർപ്പാക്കണം എന്നുള്ളതാണ് UDF എംപിമാര് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതാണ് ഇന്ന് ഞങ്ങൾ ധനകാര്യമന്ത്രിയെയും ആരോഗ്യവകുപ്പ് മന്ത്രിയും കണ്ട് അറിയിച്ചിട്ടുള്ളത്. രണ്ടുമുണ്ട്, ഓണറേറിയം ഉണ്ട്. എന്തായാലും ആശാവർക്കർമാർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് സഭയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ നിവേദനത്തിലും പറഞ്ഞിട്ടുള്ളത്. ഇൻസെന്റീവിന്റെ കാര്യം ഇതിന് അനുബന്ധമായി വരുന്ന കാര്യമാണ്. ഇതിലൊരു കാര്യം ചോദിച്ചോട്ടെ, സമരം ഭയങ്കര ന്യായമായ സമരമാണ് കേരളത്തിൽ നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആന്ധ്രാപ്രദേശ് 10,000 രൂപ കേന്ദ്ര ഇൻസെന്റീവ് ഉൾപ്പെടെ കൊടുക്കുന്നു. തെലങ്കാന 6,750 രൂപ കൊടുക്കുന്നു. സിക്കിം 6,000 രൂപയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്, 10,000 കൊടുക്കുന്ന ഒരു തീരുമാനിച്ചെന്നാണ് ഇന്നലെ കൊടുത്ത മറുപടിയിൽ സഭയിൽ പറയുന്നത്. 5,000 രൂപയാണ് കർണാടക കൊടുക്കുന്നത്, 1,000 രൂപയാണ് ഒഡീഷ കൊടുക്കുന്നത്, 1,500 രൂപയാണ് UP കൊടുക്കുന്നത്. കേരളത്തിന് പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും എല്ലാ സ്റ്റേറ്റിലും അതിഭീകരമാണ് അവസ്ഥ. അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കാതെ ഓണറേറിയം തീരെ കൊടുക്കുന്നില്ല. 1,000, 1,500 രൂപയാണ് അവർ കൊടുക്കുന്നത്. അതിന്റെ കൂടെ കേന്ദ്രത്തിന്റെ 2,000 രൂപ, 3,000, 4,000 രൂപ ആൾക്കാർക്ക് കിട്ടുന്നുള്ളൂ. ഭയങ്കരമായ പ്രശ്നം കേരളത്തിന് പുറത്തുണ്ട്. അപ്പം എന്റെ ചോദ്യം, കോൺഗ്രസ് ഭരിക്കുന്ന 4 സ്റ്റേറ്റുകളുണ്ട്. മറ്റ് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളെക്കാൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സ്റ്റേറ്റുകളെക്കാൾ മെച്ചപ്പെട്ട പൈസ അവർ കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ഇടപെടൽ ഒരു പാർട്ടി തലം എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് എംപിമാർ കാര്യങ്ങൾ അറിയുന്ന പ്രശ്നം പഠിച്ച എംപിമാർ എന്ന നിലയ്ക്ക് പാർട്ടി തലത്തിൽ നടത്തുന്നു. തീർച്ചയായിട്ടും കോൺഗ്രസ് UPA ഗവൺമെന്റ് അധികാരത്തിൽ നിന്നപ്പോൾ കൊണ്ടുവന്ന സ്കീമാണ് നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലുള്ള ആശാവർക്കർമാരെ നിയമിച്ചതും ആരോഗ്യരംഗത്ത് അവരുടെ സേവനം പ്രയോജനപ്പെടുത്തി. അതുകൊണ്ട് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും അതുപോലെ അവർക്ക് മറ്റ് ആനുകൂല്യം കൊടുക്കുന്ന കാര്യത്തിലും രണ്ട് അഭിപ്രായമില്ല. പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ ഞങ്ങൾ അതിനുശേഷം 2 UPAക്ക് ശേഷം
ഈ കേന്ദ്രത്തിൽ UPA ഗവൺമെന്റിൽ അധികാരത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് അല്ല. പക്ഷെ കോൺഗ്രസ് ഗവൺമെന്റാണ് വന്നിരുന്നതെങ്കിൽ ഇന്ന് ആശാ വർക്കർമാർക്ക് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ട സാഹചര്യം വരില്ലായിരുന്നു. 4 സ്റ്റേറ്റിൽ ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നുണ്ട് കോൺഗ്രസ്. ആ സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞത് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റാണ് വീണ്ടും അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ തീർച്ചയായും ഈ ആശാ വർക്കർമാർക്ക് ഈ സമരം ചെയ്യേണ്ടി പറ്റില്ല. ധനമന്ത്രിയായിട്ട് കാപ്പി കുടിച്ചു, കടല കുടിച്ചു, ഭക്ഷണം കഴിച്ചു, ഇതൊക്കെയാണ് അത് പിണറായി വിജയൻ. സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുന്നത് ആശാ വർക്കർ പോലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നയിക്കാതെ ഒരു ഇത്രയും വലിയൊരു കാര്യം ഉന്നയിക്കാതെ പാവപ്പെട്ട ഒരു സർക്കാർ എന്നുള്ള പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ നിലപാട് എങ്ങനെയാണ് അപലപനീയം? അല്ല, കാപ്പി പിടിച്ചതും കടല കഴിച്ചതൊക്കെ മുഖ്യമന്ത്രിയും ആണ്. ഞങ്ങളല്ല. ഞങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ധനകാര്യമന്ത്രിക്ക് അത് ബോധ്യമായി. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ബോധവാനാണ്.